Hi guys, welcome to EduPod. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വരികയാണ്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ നമ്പർ 7 ഇൻ്റഗ്രൽസ്. ഇൻ്റഗ്രൽസിൽ എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും എക്സാമിന് സ്ഥിരമായി ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. നിങ്ങൾ റെഡി ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ, ഇൻ്റഗ്രൽ കോട്ടക്സ്. ഒരുപാട് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നിങ്ങൾക്ക് ഇൻ്റഗ്രൽസ് പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇൻ്റഗ്രൽ കോട്ടക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ? ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. പഠിച്ചു വെക്കണേ, ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. ഇത് മാത്രമല്ല, ഇതേപോലുള്ള ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സിമ്പിൾ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് 2x² + 5x + 3. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? നമ്മൾ ഫസ്റ്റ് നിങ്ങൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. 2x², 5x, 3 എന്ന് പറഞ്ഞിട്ട്, അതായത് ഇന്റഗ്രൽ 2x², ഇന്റഗ്രൽ 5x, ഇന്റഗ്രൽ 3. ഇനി നോക്കിക്കോ, 2 കോൺസ്റ്റന്റ് ആണ് പുറത്തെടുത്തു. അപ്പോൾ 2 × ഇന്റഗ്രൽ x² dx പ്ലസ് 5 × ഇന്റഗ്രൽ x dx പ്ലസ് 3 ഇന്റഗ്രൽ dx. ശ്രദ്ധിച്ചേ, 2 കോൺസ്റ്റന്റ് അവിടെ ഉണ്ട്. x² ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സിന്റെ പവറിൽ എന്താണോ ഉള്ളത് അതിനോടൊന്ന് കൂട്ടുക, അതായത് 2 കൂട്ടിയാൽ 3. അപ്പോൾ ഇത് വരും ഇങ്ങനെയാ, x³ / 3. x⁻n ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ x⁻n + 1/n+1. അപ്പോൾ x³ / 3 പ്ലസ് 5 × എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സിന്റെ പവറിൽ ആക്ച്വലി 1 അല്ലേ ഉള്ളത്. അപ്പോൾ x²/2 എന്നാണ് നമ്മൾ ചെയ്തത്. x²/2 പ്ലസ് 3 കോൺസ്റ്റന്റ് ഉണ്ട്. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x കിട്ടുക. അപ്പോൾ 3x പ്ലസ് c. ഇതാണ് എന്ത് നിങ്ങളുടെ ഫൈനൽ ആൻസർ. റെഡി ആണല്ലോ? അപ്പോൾ സിമ്പിൾ ആണ്, ഇങ്ങനത്തത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, e⁻tan 1x/1 + x². ഇത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ചെയ്യുക. അതെങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് മനസ്സിലാവുക? നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും സെയിം ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് മക്കളെ, ഇവിടെ ഞാൻ t tan 1x ആക്കിയിട്ട് എടുത്തു. t = tan 1x എന്ന് പറഞ്ഞു കൊടുത്തു. ഈ tan 1x ഡെറിവേറ്റീവ്, അതായത് ഞാൻ dt/dx എടുത്തിട്ടുണ്ടെങ്കിൽ tan 1x ഡിഫറൻഷിയേറ്റ് ചെയ്തു. d/dx ഓഫ് tan 1x എന്താ? അത് 1/1 + x². ഞാൻ ഈ dt അവിടെ വെക്കുന്നു. കാരണം ഈ 1/1 + x² നമുക്ക് ആ ക്വസ്റ്റ്യനിലുണ്ട്. ഈ dx അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ dx/dx അല്ലേ, dx/1 + x². ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലുള്ളതാ. നോക്കിക്കേ, dx/1 + x² നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലുള്ളതാണ്. ആൻഡ് അതിന് പകരം നിങ്ങൾ dt കൊടുക്കുക. നിങ്ങൾ നോക്കിക്കേ, tan 1x ക്വസ്റ്റ്യനിലുള്ളതാണ്. അതിന് പകരം എന്ത് കൊടുക്കുക? ടിയും കൊടുക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താ ഇങ്ങനെ വരും, e⁻tan 1x, tan 1xന് പകരം t, e⁻t. ഇനിതാ ഈ dx/1 + x² അല്ലേ, അതിന് പകരം dt കൊടുക്കുക. അപ്പോൾ e⁻t dt. സിമ്പിൾ ആണ്. e⁻x ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ e⁻x ആണ്. അപ്പോൾ e⁻t ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ e⁻t പ്ലസ് c. ടിക്ക് നിങ്ങൾ കൊടുത്തത് tan 1x ആയതുകൊണ്ട് e⁻tan 1x പ്ലസ് c. ഇതാണ് ആൻസർ. സിമ്പിൾ ആണല്ലോ, പ്രശ്നമൊന്നുമില്ല, ഈസിയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്റഗ്രൽ 1/x + x log x. ഇവിടെയും അതേ മെത്തേഡ് തന്നെ ചെയ്യാം. ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തുന്നു. ഇന്റഗ്രൽ 1/x ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സിൽ നിന്ന് x കോമൺ എടുത്താൽ പിന്നെ 1 ഉണ്ടാകുക, ശരിയല്ലേ? x log x x എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ബാക്കിയുള്ളത് log x ആ. അങ്ങനെയാണെങ്കിൽ ഇതാണ് ക്വസ്റ്റ്യൻ, 1/x x × 1 + log x. എടാ സിമ്പിളാ. ഇവിടെ നോക്ക്, നിങ്ങൾ ഏതിനാ ടി ആയിട്ട് എടുക്കുക? നിങ്ങൾക്ക് log x ടി ആയിട്ട് എടുക്കാം. log x ഡെറിവേറ്റീവ് അല്ലേ 1/x. അപ്പോൾ അവിടെ ഒരു 1 കൂടി ഉള്ളത് കൊണ്ട് ലെറ്റ് t = നിങ്ങൾ എടുക്കേണ്ടത് 1 + log x ആണ്. അങ്ങനെയാണെങ്കിൽ dt = എന്ത് വരും? 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0, log x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/x. ഈ /dx, dt അടിയിലുള്ള /dx അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ *dx എന്ന് വന്നു. ആ 1/x dx ക്വസ്റ്റ്യനിലില്ലേ, അപ്പോൾ അതിന് പകരം dt എന്ന് കൊടുത്തൂടെ? 1 + log x പകരം t എന്ന് കൊടുത്തൂടെ? സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേടാ, നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് ഇന്റഗ്രൽ 1/x dx പകരം dt, 1 + log x പകരം നിങ്ങൾ കൊടുക്കേണ്ടത് എന്താ? 1 + log x പകരം t കേട്ടോ. സോ നോക്കിക്കോ, ഇവിടെ ഇതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇതിന് പകരം നമ്മൾ dt കൊടുക്കുന്നു. അപ്പോൾ dt കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് 1/1 + log x മാത്രമാണ്. അപ്പോൾ 1/1 + log x പകരം t. ഓക്കെ ആണ്, ഒരു പ്രശ്നവുമില്ല. ഇന്റഗ്രൽ 1/t ആണെങ്കിൽ നമ്മൾ അതിന്റെ ആൻസർ എന്താ പഠിച്ചത്? ഇന്റഗ്രൽ 1/x dx ആണെങ്കിൽ log mod x. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ എന്താ? log mod t പ്ലസ് c. എടാ ടി ആയിട്ട് കൊടുത്തത് എന്താ? 1 + log x. അപ്പോൾ log mod 1 + log x പ്ലസ് c. ഇതാണ് അതിൻ്റെ ആൻസർ. കിട്ടിയല്ലോ? ഓക്കെയാണ്, സിമ്പിളാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. നേരത്തെ നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി നമ്മൾ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. സെക്കൻഡ് ഡിഗ്രി വരുന്ന കേസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അത് നോർമലായിട്ടാണ് വരുന്നത്. പക്ഷേ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഡിനോമിനേറ്ററിൽ വരികയാണെങ്കിലോ, റൂട്ടിൻ്റെ ഉള്ളിൽ ഡിനോമിനേറ്ററിൽ വരികയാണെങ്കിലോ, റൂട്ടിൻ്റെ ഉള്ളിലായിട്ട് വരികയാണെങ്കിലോ ഒക്കെ നമ്മൾ ചില പെർട്ടിക്കുലർ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ പഠിച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അതിൽപ്പെട്ട ഒന്നാണ് ഇത്. dx/x² + a² ആണെങ്കിൽ റിസൾട്ട് എന്താ? 1/a tan 1x/a + c.
അപ്പൊ എന്തായാലും ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് നിങ്ങളോട് ചോദിച്ചത് കൊണ്ട് എ ക്വസ്റ്റ്യനിൽ ബി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും, അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ നോക്ക്, ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഡിഗ്രി വന്നാൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 6x ആൻഡ് -7 ഉള്ളത്. ഞാൻ എന്താ ചെയ്യാന്നറിയോ? വളരെ സിമ്പിളാ. എക്സിന്റെ കൂടെ ഉള്ളത് 6ന്റെ ഹാഫ് 3ന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, 3ന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു -7 കൂടി അല്ലേ വരുന്നത്. എക്സ് സ്ക്വയർ മൈനസ് 6x -7, 3ന്റെ സ്ക്വയർ ആഡ് ചെയ്തു, 3ന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്തു. ഇനി നിങ്ങൾ നോക്കിക്കോ, കൃത്യമായിട്ട് നോക്കിക്കോ, ഇത് ആക്ച്വലി എന്തിന്റെ എക്സ്പാൻഷനാ? എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷനാണ്. അതായത് എക്സിനും സ്ക്വയർ ഉണ്ട്, 3ക്കും സ്ക്വയർ ഉണ്ട്. അപ്പൊ x-3 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആയിരിക്കും, കാരണം ഇവിടെ മൈനസ് വന്നത്. പ്ലസ് ആണെങ്കിൽ അത് x+3ൻ്റെതാ. ഇനി നോക്ക്, -7 -3 സ്ക്വയർ, -7 -9 എന്നാ വരിക. -7 -9 എന്ന് പറഞ്ഞാൽ -16. അപ്പൊ നമുക്ക് അതിന് എങ്ങനെ എഴുതാം? ഇതാ -3 സ്ക്വയർ -3 സ്ക്വയർ. ഇനി നോക്കിയേ, -7 -9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക -16 ആ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 16 നമുക്ക് 4ന്റെ സ്ക്വയർ ആക്കി എഴുതിക്കൂടെ? അപ്പൊ x-3 സ്ക്വയർ -4 സ്ക്വയർ. ഇതാണ് നിങ്ങളുടെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. സിമ്പിൾ ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ എ ക്വസ്റ്റ്യൻ dx/x² + a² തന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ ഫോം ഏതാണെന്നറിയോ? ഇത് x² - a². അപ്പൊ ഇതിന് വേറെ റിസൾട്ട് അല്ലേ? അതെ, ഇതിന് വേറെ റിസൾട്ട് ആണ്. അപ്പൊ വേറെ റിസൾട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതാ, ഇത് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, ഇപ്പൊ നിങ്ങൾക്കുള്ള ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ, ഇന്റഗ്രൽ dx/x-3 ഹോൾ സ്ക്വയർ -4 സ്ക്വയർ. അതായത് നിങ്ങളുടെ അതിനെ എക്സ്പാൻഡ് ചെയ്ത് x² - 6x - 7 ഇങ്ങനെ എഴുതി നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? സോ ഇതിന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് വേണ്ടേ? അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ചെയ്താൽ? ഇന്റഗ്രൽ dx/x² - a² ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നടാ സ്റ്റാൻഡേർഡ് റിസൾട്ട്? നമ്മൾ പഠിച്ചതാണ് 1/2a log mod x - a/x + a + c. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ, dx / x² - a² ഫോമിലാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയത് x-3 ഹോൾ സ്ക്വയർ -4 സ്ക്വയർ ഇസ് ഈക്വൽ ടു, നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ നോക്കേ, ഇത് x² - a². അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, 1/2a 1/2 × a 4 log mod x - a. എക്സിന് പകരം x-3 ആണ്. അപ്പൊ x - aക്ക് പകരം 4 ആണ്. റെഡിയാണ്. അപ്പൊ x - a എന്ന് പറഞ്ഞിട്ട് -4 ഡിവൈഡഡ് ബൈ x + a. അപ്പൊ x - 3 + a എന്ന് പറഞ്ഞാൽ 4 പ്ലസ് നിങ്ങൾക്ക് ഒരു c കൂടി കിട്ടും. അതായത് ആൻസർ 2 × 4 8. അപ്പൊ 1/8 log mod x - 3 - 4, അതായത് x - 7 ഡിവൈഡഡ് ബൈ x - 3 + 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? +1 അല്ലേ? അപ്പൊ അതാ x + 1 + c. ഇതാണ് എന്ത് നിങ്ങളുടെ അതിന്റെ ആൻസർ വരിക. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ഈ ഒരു സ്റ്റെപ്പും ആൻഡ് ഈ ഒരു മെത്തേഡും. ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്യേണ്ടതാ. സംഭവം സിമ്പിൾ ആണ്. x/x - 1 × x - 2. അതായത് ഡിനോമിനേറ്ററിൽ 2 ലീനിയർ എക്സ്പ്രഷൻ വന്നിട്ടുണ്ടോ? ന്യൂമറേറ്ററിൽ എന്താണെങ്കിലും പ്രശ്നമല്ല. ന്യൂമറേറ്ററിൽ വരുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഇവിടെ വരുന്നതിന്റെ പവറിനേക്കാളും കുറവായിരിക്കണം. ഇവിടെ എക്സും ഉണ്ട്, അപ്പൊ x² ആയിരിക്കും. ഇവിടെ എന്തായാലും പവർ ഫസ്റ്റ് ഡിഗ്രി വരിക. ആൻഡ് സോറി, ഇവിടെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വരിക, ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, ഇതൊരു ലീനിയർ എക്സ്പ്രഷൻ ആണ്, ഇതൊരു ലീനിയറാണ്. ലീനിയർ ആണ് നിങ്ങളുടെ ഡിനോമിനേറ്ററിൽ വരുന്നതെങ്കിൽ കോൺസ്റ്റന്റ് ബൈ ലീനിയർ, ഇതേപോലെ ഒരു കോൺസ്റ്റന്റ് ബൈ ലീനിയർ പ്ലസ് അടുത്ത കോൺസ്റ്റന്റ് ബൈ അടുത്ത ലീനിയർ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? മൾട്ടിപ്ലൈ വിത്ത് x - 1 × x - 2. അതായത് ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ സംഭവം കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മക്കളെ, ഇവിടെ നിങ്ങൾ x - 1 × x - 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മൊത്തം ക്യാൻസൽ ചെയ്തു. അപ്പൊ അവിടെ x മാത്രമേ ബാക്കി ഉണ്ടാവും. ആൻഡ് x ഈക്വൽ ടു, ആൻഡ് ഇവിടെയോ a × ഇവിടെ നിങ്ങൾ x - 1 × x - 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x - 1 ക്യാൻസൽ ചെയ്തു. അപ്പൊ x - 2 മാത്രമേ ഉണ്ടാവും. അതായത് a × x - 2 പ്ലസ് b × x - 1 x - 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x - 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ b × x - 1. ഇനി ചെയ്യേണ്ട എന്താണെന്നറിയോ? നിങ്ങൾ ഇത് എക്സിന് ഏതെങ്കിലും 2 വാല്യൂസ് കൊടുക്കുക, എന്നിട്ട് അതിന്റെ ബിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്ത് നോക്കുക എന്നുള്ളത്. സംഭവം സിമ്പിളാണ്. നോക്കിക്കോ, ഞാൻ ആദ്യം എക്സിന് 2 കൊടുത്താൽ ഈ ടേം 0 ആയി പോകും, 1 കൊടുത്താൽ ഈ ടേം 0 ആയി പോകും. അപ്പൊ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് x ഈക്വൽ ടു
അറ്റ് എക്സ് ഈക്വൽ ടു 2. എക്സിന് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു എക്സ് ഉണ്ട്, അപ്പോൾ 2 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എ ഇൻറ്റു 2 മൈനസ് 2, അതെന്തായാലും 0 ആയി പോലെ, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. എ ഇൻറ്റു 0 എന്ന് വരിക, പ്ലസ് ബി ഇൻറ്റു 2 മൈനസ് 1 എന്ന് വരും. ഓക്കെ ആണല്ലോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 2 ഈക്വൽ ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1, 1 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി. അപ്പോൾ ബീൻ്റെ വാല്യൂ എന്താ 2 ആണെന്ന് കിട്ടിയേ. ഇനി അടുത്ത് നോക്ക്, അറ്റ് എക്സ് ഈക്വൽ ടു എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 1 വരും, ആൻഡ് നമ്മുടെ റൈറ്റ് സൈഡിൽ വരിക എ ഇൻറ്റു 1 മൈനസ് 2 പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് 1, അതായത് ബി ഇൻറ്റു 0 എന്നാണ് വരിക. 1 മൈനസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ആണ്, അപ്പോൾ മൈനസ് എ ഈക്വൽ ടു 1 കിട്ടും. സോ എയുടെ വാല്യൂ എന്താ -1. എ -1 ആണ്, ബി 2 ആണെന്ന് കിട്ടി. ഇനി നിങ്ങളിതാ ഇതിനെ മാറ്റി ചെയ്താൽ, ഇതിനൊന്ന് മാറ്റി ചെയ്താലോ നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിനെ മാറ്റി ചെയ്താൽ ഇൻ്റഗ്രൽ എക്സ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡി എക്സ് എന്ന് പറയുന്നത് എ ബൈ എൻ്റെ വാല്യൂ എത്ര കിട്ടിയത് -1, അപ്പോൾ -1 ബൈ എക്സ് മൈനസ് 1 ഇന്റഗ്രലിന്റെ ഡി എക്സ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാണ്, കാരണം ഇന്റഗ്രേറ്റ് ചെയ്യാനല്ലേ നമുക്ക് ടേം ഉള്ളത്. സെപ്പറേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. പ്ലസ് ബി എന്താ നിങ്ങൾക്ക് അവിടെ കിട്ടിയത് 2, അപ്പോൾ 2 ബൈ എക്സ് മൈനസ് 2 ഡി എക്സ്. സംഭവം സിമ്പിൾ ആണ്. -1 കോൺസ്റ്റന്റ് അല്ലേ പുറത്തിറക്ക്, അപ്പോൾ 1 ബൈ എക്സ് മൈനസ് 1 ഡി എക്സ് പ്ലസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു ഡി എക്സ്. എടാ മക്കളെ, ഇൻ്റഗ്രൽ 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണ്. അപ്പോൾ ദാ -1 അവിടെ ഓൾറെഡി ഉണ്ട്, മൈനസ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 ബൈ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ ലോഗ് എക്സ് തന്നെയാണ് വരിക, പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് അവിടെ എക്സ് മൈനസ് 1 ആണ്, അപ്പോൾ ലോഗ് മോഡ് എക്സ് മൈനസ് 1 വരും. പ്ലസ് 2 ഇൻറ്റു അടുത്തത് എന്താ വരിക, 1 ബൈ എക്സ് മൈനസ് 2 അല്ലേ, അപ്പോൾ ലോഗ് മോഡ് എക്സ് മൈനസ് 2, ലോഗ് മോഡ് എക്സ് മൈനസ് 2 പ്ലസ് സി. അപ്പോൾ ആൻസർ വേണമെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാക്കിയത് ഇങ്ങനെ ഇതാ 2 ലോഗ് മോഡ് എക്സ് മൈനസ് 2 മൈനസ് ലോഗ് മോഡ് എക്സ് മൈനസ് 1 പ്ലസ് സി. ഇതാണ് ആൻസർ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പാർഷ്യൽ ഫ്രാക്ഷൻ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ചില സമയത്ത് ഇവിടെ എക്സിന് പകരം ഇവിടെ എക്സ് ഉണ്ടാവില്ല, എക്സിന് പകരം എന്തായിരിക്കും 1 ആയിരിക്കും. അപ്പോൾ 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് ചെയ്ത് തുടങ്ങിയാൽ മതി. സംഭവം സിമ്പിളാണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. റെഡി ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ലോഗ് എക്സ്. ഇത് നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുക. രണ്ട് ഫംഗ്ഷന് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന കേസിൽ നമ്മൾ എങ്ങനെ ചെയ്യുക, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യും, നമ്മൾ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യും. റെഡി, അതാണ് നമ്മൾ തൊട്ട് മുമ്പ് വലിയൊരു ഇൻ്റഗ്രൽ ഇട്ടത്. അപ്പോൾ സാറേ വളരെ സിമ്പിൾ ആണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഫംഗ്ഷൻ്റെ ഓർഡർ ഓഫ് ഫംഗ്ഷൻ ഹൈലൈറ്റ്, ആദ്യം എടുക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് തീരുമാനിക്കുക ഈ ഓർഡർ വെച്ചിട്ട് ഹൈലൈറ്റ്. അങ്ങനെയാണ് ഇവിടെ നോക്കുക, ഐ ഇൻവേഴ്സ് എൽ ലോഗ് എ ഓൾജിബ്ര ടി ട്രിഗണോമെട്രി ഈ എക്സ്പോണൻഷ്യൽ. ഈ എക്സ് അല്ലേ, എക്സ് എന്ന് പറഞ്ഞാൽ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ അല്ലേ, അപ്പോൾ ദാ ഓൾജിബ്ര. ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ്. അപ്പം നിങ്ങൾ ഓർഡർ മാറി, ലോഗ് എക്സ് ആണ് ആദ്യം എടുക്കേണ്ടത്, പിന്നാണ് എക്സ് എടുക്കേണ്ടത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണതാ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് ഇങ്ങനെ എടുത്താൽ മതി. സിമ്പിളാ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് ഇൻറ്റു, അപ്പോൾ ലോഗ് എക്സ് ആണ് ഫസ്റ്റ്, എക്സ് ആണ് സെക്കൻഡ്. ഫസ്റ്റ് ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, മൈനസ് വലിയൊരു ഇൻ്റഗ്രൽ ഇട്ട് കൊടുക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ്, അതായത് ലോഗ് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. മൊത്തത്തിൽ ഇതിനെ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നോക്ക്, ലോഗ് എക്സ് ഇൻറ്റു ആൻഡ് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്താ, x²/2 അല്ലേ, നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതല്ലേ, ലോഗ് എക്സ് ഇൻറ്റു x²/2 മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, x²/2 ആ. ഓക്കെ, പിന്നെ ഒരു ഡി എക്സും, ഈ ഒരു എക്സും ഈ x² എന്ന ഒരു എക്സും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അവിടെ 2 ഉണ്ട്, അത് ഞാൻ കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നു. അപ്പോൾ ഇവിടെ വരിക x²/2 ലോഗ് എക്സ് മൈനസ് ആ 1/2 അല്ലേ, 1/2 കോൺസ്റ്റന്റ് പുറത്തെടുത്താൽ പിന്നെ അവിടെ എക്സ് മാത്രമേ വരും, എക്സ് ഡി എക്സ്. അപ്പോൾ അതിനൊന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യടാ, x² ലോഗ് എക്സ് മൈനസ് 1/2 എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x² പ്ലസ് സി. ഇതാണ് ആൻസർ. ഓക്കെ, വേണമെങ്കിൽ 1/2 ഇൻറ്റു 2 എന്ന് പറയുന്നത് നമുക്ക് /4 എന്ന് എഴുതാം, അതായത് x²/4 എന്ന് എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ എഴുതി നിർത്തിയാലും കറക്റ്റാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. പാർട്സ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഹൈലൈറ്റ് ഓർഡറും പഠിച്ചു വെക്കുക. അതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ അത് എക്സ് സൈൻ എക്സ്. ഇവിടെ ഏതാ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കേണ്ടി വരിക, ഹൈലൈറ്റ്. എക്സ് എന്ന് പറയുന്നത് ഓൾജിബ്രൈക്ക, എ. സൈൻ എക്സ് എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക്ക, ട്രീ അല്ല ടി. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഇതാ ഫസ്റ്റ് ഫംഗ്ഷൻ ഓൾജിബ്ര അല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, പിന്നെയാണ് സെക്കൻഡ് ട്രിഗണോമെട്രി വരുന്നത്. കറക്റ്റ് അല്ലേ, എ കഴിഞ്ഞിട്ടല്ലേ ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ ദാ ഇതിന് മൊത്തത്തിൽ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണേ. അപ്പോൾ നോക്കാം, നമുക്ക് എക്സ് ഇൻറ്റു സൈൻ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക എന്താ, കോസ് എക്സ്. വെറും കോസ് എക്സ് അല്ല, മൈനസ് കോസ് എക്സ്. അപ്പോൾ നിങ്ങളിവിടെ മൈനസ് കോസ്
കോസ് എക്സ് ഇട്ട് കൊടുക്കണം. മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1, സൈൻ എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എക്സ്. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇൻറ്റു ഡി എക്സ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ മൈനസ് എക്സ് കോസ് എക്സ്, മൈനസ് ഇവിടെ ഉള്ള ഒരു മൈനസ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു, അപ്പോൾ മൈനസ് മൈനസ് വരും. ആൻഡ് 1 ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ഒന്നുകൂടി ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ മൈനസ് എക്സ് കോസ് എക്സ്, മൈനസും മൈനസും പ്ലസ്, ഇൻറ്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. അപ്പോൾ പ്ലസ് സി, അതായത് വേണമെങ്കിൽ ഒന്നുകൂടി ഉഷാറാക്കി ചെയ്താൽ സൈൻ എക്സ് മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സി എന്ന് എഴുതിയാൽ മതി. റെഡി. അപ്പോൾ ഇങ്ങനെയാണ് പാർട്സ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ചോദിക്കും എക്സാമിന്. ഇനി അടുത്തത് ഈ ഒരു ഫോമിലാണെങ്കിലടാ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന ഫോമിലാണെങ്കിൽ ആൻസർ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ചെയ്യാം. ഒരൊറ്റ എക്സാമ്പിൾ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ. മക്കളെ ഫംഗ്ഷനും വേണം ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ദിസ് ഈസ് എഫ് ഓഫ് എക്സ് ആൻഡ് ഇതാ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. സൈൻ ഇൻവേഴ്സ് എക്സ് ഫംഗ്ഷൻ ആണ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അങ്ങനെയാണ് ആൻസർ എന്താ, ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താ, സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇ റൈസ് ടു എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. റെഡി. അടുത്തത് 0 to 1 tan ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. എടാ ഇതെന്താ, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ല. ലിമിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ സാറേ 1/1 പ്ലസ് എക്സ് സ്ക്വയർ? അതേടാ. അപ്പം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ടി ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിന് ടി കൊടുക്കുക. അപ്പം നോക്ക്, ഡി ടി അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണ്, ഡി ടി ബൈ ഡി എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടുക. ഈ ബൈ ഡി എക്സ് ഞാൻ അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്ത് വരും, ഇൻറ്റു ഡി എക്സ് എന്ന് വരും. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, 0 to 1 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് മാറ്റി എഴുതുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം ടി. ഓക്കെ, ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് പകരം ഡി ടി. അപ്പം ഇതാണ് ആൻസർ. അപ്പം ലിമിറ്റ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും 0 to 1 ഇട്ട് കൊടുക്കാൻ ഇത് വരും, പക്ഷെ അത് ഇടരുത്. സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സാ കൊടുത്തത്. അതായത് ഇവിടെ കൊടുക്കുന്ന ഈ രണ്ട് ലിമിറ്റുകളും ഫംഗ്ഷൻ എക്സിന്റെ ടേമിലാ അല്ലേ, വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആ, ഫംഗ്ഷൻ എക്സിന്റെ ടേമിലാ. അപ്പൊ നിങ്ങൾ ഇവിടെ ടീന്റെ ടേമിലേക്ക് ഫംഗ്ഷനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ടീന്റെ ടേമിലായി. അപ്പൊ നിങ്ങൾ എന്തെടുക്കണം, ടീന്റെ ലിമിറ്റ്സ് എടുക്കണം. ഇത് എക്സിന്റെ ലിമിറ്റാ, ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ അറ്റ് എക്സ് 0 ആകുന്ന കേസിൽ അറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് 0 ആകുമ്പോൾ ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാ വരിക. അതായത് ടാൻ ഇൻവേഴ്സ് 0, ടാൻ ഇൻവേഴ്സ് 0, ടാൻ ഇൻവേഴ്സ് 0, ടാൻ എവിടെ 0 ആവുക, 0 അല്ലേ. അപ്പൊ ടി ഈക്വൽ ടു 0 എന്നാ കിട്ടുക. ആൻഡ് അടുത്തത് അറ്റ് എക്സ് ഈക്വൽ ടു 1, ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 എന്നല്ലേ വരിക, ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1. അതായത് ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, π/4. അപ്പൊ ടീന്റെ വാല്യൂ എന്താ അവിടെ, π/4. സോ എക്സ് 0 ആകുന്ന കേസിൽ ടി എന്ന് പറയുന്നത് 0. ഓക്കെ, എക്സ് 1 ആകുന്ന കേസിൽ ടി എന്ന് പറയുന്നത് π/4. സിമ്പിൾ സാർ. അങ്ങനെയാണെങ്കിൽ എടാ ഇനി നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യും. എക്സ് ഡി എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ ബൈ 2, ടി ഡി ടി ആണെങ്കിൽ ടി സ്ക്വയർ ബൈ 2. ഇതാണ് ആൻസർ. അപ്പൊ എന്തിനാ ഈ ലിമിറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ്. ഇനി എന്താ ചെയ്യുക, ഫസ്റ്റ് അപ്പർ ലിമിറ്റ് ടിക്ക് പകരം കൊടുക്കുക. 1/2 കോൺസ്റ്റന്റ് അല്ലേ, അത് പുറത്തെടുത്തോ, കോൺസ്റ്റന്റ് പുറത്തെടുത്തോ. അപ്പൊ ടി സ്ക്വയർ മാത്രമേ ഉള്ളൂ. ആ ടിക്ക് പകരം ഫസ്റ്റ് π/4 കൊടുക്കുക, π/4 ഹോൾ സ്ക്വയർ മൈനസ് പിന്നെ 0 കൊടുക്കുക. അപ്പൊ 0 സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ നോക്കിക്കോ, നിങ്ങളുടെ ആൻസർ 1/2 ഇൻറ്റു π/4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ π²/16 മൈനസ് 0 എന്നാ വരിക. അതായത് π²/16 ഇൻറ്റു 1/2. അപ്പൊ ആൻസർ π²/16 ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 32. അപ്പൊ ഇതാണ് ആൻസർ. ഗോട്ട് ഇറ്റ്? സിമ്പിൾ ആണ്, ഈസി ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 0 to π/2 sin raised to 4x by sin raised to 4x plus cos raised to 4x. ഇങ്ങനെ വരുന്ന സിമിലർ ആയിട്ട് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതായത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു പ്രോപ്പർട്ടിയാണ്. എന്താ പ്രോപ്പർട്ടി? 0 to a f of x dx. എടാ ഒരു ഫംഗ്ഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് 0 to a ആണെങ്കിൽ എടാ നോക്കിക്കുക, നിങ്ങളുടെ ലിമിറ്റ് 0 to a സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. 0 to a f of x dx എന്നാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ 0 to π/2. 0 to f of x dx ആണെങ്കിൽ അതേ വാല്യൂ തന്നെയാണ് കിട്ടുക 0 to a
എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ എ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അപ്പർ ലിമിറ്റ് π/2, എ π/2. അപ്പൊ എഫ് ഓഫ് എ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് ആക്ച്വലി നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ എഫ് ഓഫ് എ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് ഉള്ളിടത്തൊക്കെ എഫ് ഓഫ് എ മൈനസ് എക്സ്, എഫ് ഓഫ് 90 മൈനസ് എക്സ്, π/2 മൈനസ് എക്സ് കൊടുത്താൽ മതി. എടാ ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ. ഇതിന് ഞാൻ ഐ എന്ന് പറഞ്ഞു കൊടുത്തു ആൻഡ് കോൾഡ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഒരു പ്രശ്നവുമില്ല. ഇനി അടുത്തത് ഇതേ ഐ തന്നെയാണ് കിട്ടുക, വാല്യൂല് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഏത് കേസിൽ നിങ്ങൾ ഈ എഫ് ഓഫ് എ മൈനസ് എക്സ്, അതായത് എക്സ് ഉള്ളിടത്തൊക്കെ π/2 മൈനസ് എക്സ് കൊടുക്കുമ്പോൾ ഇവിടെ എക്സാ, അപ്പൊ എക്സിന് പകരം π/2 മൈനസ് എക്സ് കൊടുത്തു. ഇവിടെയും എക്സ്, ഇവിടെയും എക്സ്, അവിടെയൊക്കെ π/2 മൈനസ് എക്സ് കൊടുത്തു. അങ്ങനെയാണ് ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യടാ. ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സൈൻ 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സാ, കോസ് 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സാ. അപ്പൊ ദാ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വെക്കുക. ഇനി നോക്കിക്കോ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈൻ 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് അല്ലേ. അപ്പൊ ദാ നമ്മൾ ഇതേ വാല്യൂ 0 to π/2 കോസ് റൈസ് ടു 4x ഡിവൈഡഡ് ബൈ ഡി എക്സിന്റെ സൈൻ 90 മൈനസ് എക്സ് കോസ് എക്സ്, അപ്പൊ കോസ് റൈസ് ടു 4x പ്ലസ് കോസ് 90 മൈനസ് എക്സ് സൈൻ എക്സ്, അപ്പൊ സൈൻ റൈസ് ടു 4x ഇങ്ങനെ എഴുതി. അപ്പൊ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തും വിളിച്ചു. ഒരു പ്രശ്നമില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 1ഉം ഈ 2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ 1ഉം 2ഉം കൂടി ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുക, 1ഉം 2ഉം കൂടി ആഡ് ചെയ്യും. 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഐ ഉണ്ട് ആൻഡ് ഐ പ്ലസ് ഐ എന്ന് വരിക, ഐ പ്ലസ് ഐ. ഇനി റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്ക്, രണ്ടിന്റെയും ലിമിറ്റ് 0 to π/2 ആ, 0 to π/2. അപ്പൊ ഒരൊറ്റ ലിമിറ്റ് ഇട്ട് അങ്ങ് ആഡ് ചെയ്താൽ മതി. നോക്കിക്കേ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഡിനോമിനേറ്റർ സൈൻ റൈസ് ടു 4x പ്ലസ് കോസ് റൈസ് ടു 4x, ഇവിടെയും ആക്ച്വലി സൈൻ റൈസ് ടു 4x പ്ലസ് കോസ് റൈസ് ടു 4x ആ. അപ്പൊ ഡിനോമിനേറ്റർ ആഡ് ചെയ്യുമ്പോൾ സെയിം ആണെങ്കിൽ നമ്മൾ ഒറ്റ ഡിനോമിനേറ്റർ ആയിട്ട് ഇട്ടാൽ പോരെ, സൈൻ റൈസ് ടു 4x പ്ലസ് കോസ് റൈസ് ടു 4x. ഓക്കെ, ആൻഡ് ന്യൂമറേറ്ററിൽ ഇവിടെ സൈൻ റൈസ് ടു 4x, ഇവിടെ കോസ് റൈസ് ടു 4x, രണ്ടും കൂടി ആഡ് ചെയ്യേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക എന്താ, സൈൻ റൈസ് ടു 4x പ്ലസ് കോസ് റൈസ് ടു 4x, ഒരു ഡി എക്സ് കൂടി ഉണ്ട്. ഇനി നോക്ക്, ഇത് രണ്ടും ആക്ച്വലി നമുക്ക് വെട്ടിക്കൂടെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതല്ലേ വരുവാ, 0 to π/2 ആൻഡ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു അല്ലേ. അപ്പൊ അവിടെ 1 മാത്രമേ ഉള്ളൂ, വിച്ച് മീൻസ് അവിടെ ഡി എക്സ് മാത്രമേ ഉള്ളൂ. 1 into dx. ഇവിടെ എന്താ 2i, നമുക്ക് ഐന്റെ വാല്യൂ വേണ്ടത്. അപ്പൊ നോക്ക്, ഡി എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക എക്സ് ആ. അപ്പൊ നിങ്ങൾ എക്സ് കൊടുക്കുക ആൻഡ് ലിമിറ്റ് 0 to π/2 കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ആൻസർ എക്സിന് π/2 കൊടുത്താൽ π/2 മൈനസ് 0 എന്ന് വരിക, അതാണ് 2i. അങ്ങനെയാണ് ഐ എന്താ, 2i എന്ന് പറഞ്ഞാൽ π/2, അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ π/2 into 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി /2, അതായത് 1/2. അപ്പൊ അതിന്റെ വാല്യൂ എന്താ, π/2 into 2 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ ഇതാണ് ആൻസർ. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിലുള്ള ആ ഒരു ഐ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തതിന്റെ ആൻസർ. റെഡി ആണല്ലോ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ സിമിലർ ക്വസ്റ്റ്യൻസ് അതും കൂടി വേണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സിമിലർ ക്വസ്റ്റ്യൻസ്, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഒന്നിങ്ങനെ വരിക, 0 to π/2 റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്. ഇതും അതേ മെത്തേഡ്, ആൻസർ π/4 ആ കിട്ടുക. ഇനി അടുത്ത് വരുന്നത് ഇങ്ങനെയാ, 0 to π/2 സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സെയിം മെത്തേഡാണ് ആൻസർ വരിക. ആൻസർ ഇതിൻ്റെതൊക്കെ വരിക എന്ത് തന്നെയായിരിക്കും, π/4 തന്നെയായിരിക്കും. ഓക്കെ, 0 to π/2 ആകുന്ന കേസിൽ കേട്ടോ. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഈ ടൈപ്പ് എങ്ങനെയാണുള്ളത് മനസ്സിലാക്കി വെക്കുക. റെഡി. ആൻഡ് അടുത്തത് ഇന്റഗ്രൽ -π/2 to π/2 സൈൻ റൈസ് ടു 7x dx. ഇതൊരു പ്രോപ്പർട്ടി വെച്ച് ചെയ്യേണ്ടതാണ്. ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയുള്ള 2 പ്രോപ്പർട്ടി വെച്ചുള്ള ക്വസ്റ്റ്യൻസേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ -a to a, നേരത്തെ എന്തായിരുന്നു, നേരത്തെ 0 to a ആണെങ്കിൽ -a to a f of x dx ആണെങ്കിൽ ആൻസർ ഒന്നെങ്കിൽ 0 വരും, അല്ലെങ്കിൽ 2 into 0 to a f of x dx വരും. ഏതൊക്കെ കേസിൽ എന്നറിയോ, ഒന്നെങ്കിൽ 0 വരെ എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ, ഇത് വരെ എഫ് ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ. അതെങ്ങനെ ഓഡ് ഈവനും തിരിച്ചറിയാം, നിങ്ങൾ എക്സിന് പകരം -x കൊടുക്കുക. എഫ് ഓഫ് -x മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഫംഗ്ഷൻ ഓടാ, എഫ് ഓഫ് -x എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഫംഗ്ഷൻ ഈവനാ. അത് രണ്ടുമാണ് നിങ്ങൾ അതിന് ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ എടാ നോക്കിക്കേ, ഓടും ഈവനും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ തന്ന ക്വസ്റ്റ്യനിൽ ഫംഗ്ഷൻ നോക്ക് നിങ്ങൾ, സൈൻ റൈസ് ടു 7x dx ആ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അതിൽ ഞാൻ എഫ് ഓഫ് എക്സ് ആയിട്ട് ഇതാ ഫംഗ്ഷൻ ആയിട്ട് സൈൻ റൈസ് ടു 7x എടുത്തു, സൈൻ റൈസ് ടു 7x. അപ്പൊ എഫ് ഓഫ് -x കൊടുത്തു നോക്കുക നമ്മൾ. എഫ് ഓഫ് -x കൊടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ് ഉള്ളിടത്തൊക്കെ -x കൊടുക്കണം, വിച്ച് മീൻസ് നിങ്ങൾ ഇങ്ങനെ കിട്ടുക സൈൻ റൈസ് ടു 7x ആൻഡ് എക്സ് ഉള്ളതിന് പകരം -x. അതിന്റെ അർത്ഥം എന്താ, സൈൻ -xന്റെ
സൈൻ മൈനസ് എക്സിന്റെ ഹോൾ റൈസ് ടു 7 അല്ലേ. അപ്പൊ സൈൻ റൈസ് ടു 7x എന്ന് എഴുതാം. സൈൻ മൈനസ് എക്സ് എന്താ, ആക്ച്വലി മൈനസ് സൈൻ എക്സ് ആ, ഇതിന്റെ പവറിൽ 7. അതായത് മൈനസ് 1ന്റെ പവറിൽ എന്ത് വരും, 7 വരും. അതേപോലെ തന്നെ സൈൻ എക്സിന്റെ പവറിലും 7 വരും. മൈനസ് 1ന്റെ പവറിൽ ഓഡ് നമ്പർ വന്നാൽ -1 ആണ്. സൈൻ റൈസ് ടു 7x ഇവിടെയും വരും. -1 ഇൻറ്റു ദിസ് ടേം എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ റൈസ് ടു 7x ആ. എടാ ഇനി നിങ്ങൾ നോക്ക്, എഫ് ഓഫ് എക്സ് സൈൻ റൈസ് ടു 7x ആണ്. അപ്പൊ മൈനസ് സൈൻ റൈസ് ടു 7x എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ്. അപ്പൊ എന്താ, എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. ഇനി നിങ്ങൾ നോക്ക്, ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഏതുമായിട്ടാണ് ഇത് മാച്ച് ചെയ്യുന്നത്, എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ഫംഗ്ഷൻ ഈസ് ഓഡ്. എഫ് ഓഫ് എക്സ് ഈസ് ഓഡ് ഫംഗ്ഷൻ അല്ലേ. ഫംഗ്ഷൻ എന്താണ്, ഓഡാണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആൻസർ എന്താ, വൺ വേർഡ് ആയിട്ട് ആൻസർ എഴുതിയാൽ മതി, 0 ആണ്. അപ്പൊ നിങ്ങളുടെ ആൻസർ ഇതാ നോക്കിക്കേ, -π/2 to π/2 -π/2 to π/2 സൈൻ റൈസ് ടു 7x dx എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ ആണല്ലോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആൻസർ 0 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അധികം ആൻസർ ഇതിൻ്റെ 0 തന്നെ ആയിരിക്കും വരിക കേട്ടോ. അതായത് സൈൻ എക്സിന്റെ പവറിൽ ഓഡ് നമ്പർ വരുന്ന കേസിലൊക്കെ -π/2 to π/2 ആണെങ്കിൽ ആൻസർ 0. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വീണ്ടും നമുക്ക് അടിപൊളി ചാപ്റ്ററുമായിട്ട് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.